രണ്ടാമത്തത്, ഒരാളുടെ മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ തെറ്റ് അദാവത്തു ഔലിയാ ഇല്ലാഹി തആല വ ഉലമാഇ ദീനി വ ബുഅ്ദു അഹ്ലി ബൈത്തി ത്വാഹിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ഔലിയാക്കൾ ഇവരേതെങ്കിലും നിലക്ക് ശത്രുത വെക്കുകയോ വെറുപ്പുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂപ്പരുടെ ഈമാനും മരിക്കുന്ന സമയത്ത് ഊരപ്പെടും. ശത്രുത ഉണ്ടായാൽ തന്നെ മതി. ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ട് കോലം കത്തിക്കണമെന്നൊന്നുമില്ല. ശത്രുത ഉണ്ടെങ്കിൽ തന്നെ ഈമാൻ പോകും. സൗണ്ട് എടുത്ത് കളിയാക്കലെല്ലാം പിന്നെയല്ലേ. എത്ര ആൾ ഈമാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും, എത്ര ആൾ ഈമാൻ പോയിട്ടുണ്ടാവും. ഒരാലിമിനെ കളിയാക്കിയാൽ, ആലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിച്ചേ? സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അമ്പിയാക്കളെ മജ്ലിസ് നിങ്ങൾക്ക് കാണണമെന്ന് പൂതിയുണ്ടെങ്കിൽ ആലിമീങ്ങൾ ഇൽമ് ചർച്ച ചെയ്യുന്ന മജ്ലിസ് പോയി കണ്ടാൽ മതി. ആ വാക്കിന്റെ ശക്തികൾ നോക്കി. ആലിമീങ്ങളുടെ മജ്ലിസിന്റെ പവർ എത്ര! ഗ്രൂപ്പ് തിരിച്ചിട്ടോ സംഘടനാ വൈജാത്യത്തിന്റെ പേരിലോ ഒരു ആലിമിനെയോ ഒരു സയ്യിദിനെയോ കൊച്ചാക്കരുത്, ചെറുതാക്കരുത്. കാരണം ലുഹൂമുൽ ഉലമായി മസ്മൂമാണ്. ആലിമീങ്ങളെ മാംസം വിഷാണ്, വിഷം. ലാ തഗ്തബന്ന അഹദൻ ഫദ്ലൻ അനിൽ ഉലമാ. ആരെയും ഗീബത്ത് പറയരുത്, പ്രത്യേകിച്ച് ആലിമീങ്ങളെ പറയരുത്. ഗീബത്ത് ഹറാമാണെങ്കിൽ, ചെറുദോഷാണെങ്കിൽ വൻദോഷായിരിക്കും ആലിമീങ്ങളെ പറയാം. കണ്ടോ, ആലിമിന്റെ മാംസം വിഷായിരിക്കും. അത് നീ അറിയാണ്ട് തിന്നാലും മരിച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഒരു തേള് വന്ന് കടിച്ചു. അബൂ ഹനീഫ തങ്ങൾ വേദനിച്ചപ്പോ അതിനെങ്ങനെ ചൊട്ടി, ആ തേള് താഴെ വീണു. ശിഷ്യന്മാരൊക്കെ ആ തേളിനെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എന്തിനാ കൊല്ലുന്നത്? എന്റെ മാംസല്ലേ തൊട്ടത്, മരിക്കുമല്ലോ. നോക്കുമ്പോ ഒക്കെ ചത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആലിമീങ്ങളെ പറയാറുണ്ട്, എന്നിട്ട് നമ്മളുടെ ഈമാൻ നഷ്ടപ്പെട്ടതും ഹൃദയം ചത്തുപോയതും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് കിതാബിൽ ഉത്തരവുണ്ട്. ദുനിയാവിനോട് ഹുബ്ബ് ഒരാളുടെ തലയിൽ കയറിയാൽ ഉഖ്റവിയായ നഷ്ടങ്ങളൊന്നും മൂപ്പർക്ക് തിരിയൂല. ഉദാഹരണത്തിന് ഒരാൾ കച്ചവടം നടത്തുമ്പോൾ സീസൺ കച്ചവടം, കിഡ്സ്, ലേഡീസ്, ജെൻസ്, ഷോപ്പ് ഇങ്ങനെ ദുനിയാവ് തലയിൽ കയറിയോ എനിക്ക് തോന്നുമോ? എന്ത് ളുഹറിന്റെ ജമാഅത്ത് ഇഷ്ടപ്പെട്ടിരുന്നു, ഓനിക്ക് എന്ത് ളുഹറിന്റെ ജമാഅത്ത് തോന്നുന്നു? ഇല്ല. ആഖിറത്തിന്റെ കാര്യം നഷ്ടമായത് ഒരാൾക്ക് തോന്നണമെങ്കിൽ ദുനിയാവിനോടുള്ള ഹുബ്ബ് തലയിൽ കയറാതിരിക്കണം. ആലിമീങ്ങളെ തുടരുത്, ഒരൊറ്റ സയ്യിദിനെയും ഒരൊറ്റ ആലിമിനെയും തുടരുത്. പ്രിയപ്പെട്ട മോമിനിങ്ങൾ, നമ്മളെ ഈമാൻ പോകാതിരിക്കാൻ സ്നേഹം കൊണ്ട് പറയണത്. അവരവരുടെ ഗ്രൂപ്പിൽ അവരെ നിന്നോട്ടെ, പക്ഷെ ഒരാളെയും കുറ്റം പറയരുത്. പഴയ ക്ലിപ്പുകൾ എടുത്തിട്ട് കമന്റിൽ നിറക്കരുത്. വെറുതെ നമ്മൾ ആഖിറം കൊളാക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആലിമീങ്ങളുടെ കൂലി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുക? ഇവിടെ തന്നെ ഇപ്പോൾ ഒരു BEd കോളേജ് പരിസരത്തുണ്ടെന്ന് വിചാരിക്കും. ഒരു BEd കോളേജ്, ആ കോളേജിൽ തൂപ്പുകാരിയായിട്ട് ഒരു പെണ്ണുങ്ങൾ ജോലി ഏറ്റു. സീപ്പറായിട്ട്, മനസ്സിലാകുന്നില്ലേ പറയുന്നത്? യെസ്. ആ പെണ്ണുങ്ങൾ ജോലി ഏറ്റത് 2003 2013 ആകുമ്പോഴേക്ക്, 2003 മൂപ്പരുടെ സാലറി 5000, 2013 ആകുമ്പോഴേക്ക് മൂപ്പരുടെ ആ പെണ്ണുങ്ങളുടെ സാലറി 10,000, 2023 ആകുമ്പോഴേക്കും മൂപ്പർക്ക് സാലറി 15,000. 20 കൊല്ലായിട്ട് സർവീസ് ചാർജ് അടക്കം ഈ പെണ്ണുങ്ങളുടെ സാലറി എത്ര? 15,000, 15K. അതേസമയത്ത് അവിടെ ഇന്ന് ഒരു ഇന്റർവ്യൂ വിളിക്കുന്ന ആഡ് ഉണ്ടായിരുന്നു. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ആൻഡ് PGയും കംപ്ലീറ്റ് ആക്കി, BEd കഴിഞ്ഞ് സെറ്റും നെറ്റൊക്കെ എഴുതി പൂർത്തിയാക്കിയ ഒരു ലെക്ചർ. നേരത്തെ മൂപ്പര് വേറെ ഏതോ കോളേജിൽ പ്രൊഫസറും കൂടി ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഓക്കെയാണ്, കംഫർട്ടാണ്. മൂപ്പര് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ മൂപ്പർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി 60,000. അതിൻ്റെ കാരണം വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, വിവരമുള്ളവർക്ക് പവർ കൂടുതലാണ്. നോളജ് ഈസ് പവർ. ഷേക്സ്പിയറിന്റെ സോണറ്റും ജോൺ ഡണ്ണിന്റെയും ജോൺ കീറ്റ്സിന്റെയും മാത്യു അർണോൾഡിന്റെയും റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയറ്റൊക്കെ പഠിച്ചാൽ 60,000 സാലറി ഉണ്ടെങ്കിൽ ഖുറാനും ഹദീസും പഠിച്ച ആളുടെ തലച്ചോറിന്റെ പവർ എത്രയായിരിക്കും? എത്രയായിരിക്കും അതിന്റെ പവർ? അപ്പൊ ആലിമിന്റെ പവറാണ്. ഒരൊറ്റ ആലിമിനെ നമ്മൾ തൊടാൻ തുടരുത്. ഈ വഹാബികളാണ് ശരിക്കും പറഞ്ഞാൽ ആലിമീങ്ങളുടെ വില കുറച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അവരാണ് യുക്തിവാദികൾക്ക് എപ്പോഴും വടി കൊടുത്തത്. അതിനൊന്നും നമ്മൾ നിൽക്കരുത്, നമ്മളെ ആക്കിപത്ത് ചീത്തയാക്കരുത്. നമ്മളിപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഒരു കാര്യം ചെയ്യാനൊന്നും കഴിയില്ല.
ലോകത്തെല്ലാവരും ചെയ്യുന്ന കാര്യം നിങ്ങളും തൃപ്തിപ്പെടണമെന്നൊന്നുമില്ല, അതിന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആരെയും നിന്ദിക്കാൻ പോകരുത്, വിശേഷിച്ച് ആലിമീങ്ങളെ നിന്ദിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയായ അഹ്ലു ബൈത്തിനെ തൊട്ടാൽ അത് വലിയ പ്രശ്നം. 90 വയസ്സ് കഴിഞ്ഞ വയസ്സായ ഒരു പണ്ഡിതൻ ദർസ് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ ചെരുപ്പിങ്ങനെ ഇടാൻ നോക്കുമ്പോ 18 വയസ്സ് ജസ്റ്റ് ആയ ഒരു സയ്യിദ് കുട്ടി, ഒരു തങ്ങളുട്ടി ഓടി വന്നിട്ട് ഉസ്താദിന്റെ മുദരിസ് ഉസ്താദിന്റെ ഷെയ്ഖിന്റെ ചെരുപ്പ് ശരിയായി കൊടുത്തു. ശരിക്ക് അപ്പൊ ഉസ്താദ് ഇങ്ങനെ ചെരുപ്പ് ഇടുമ്പോ നോക്കി, ഇതാരാ എനിക്ക് ചെരുപ്പ് ശരിയാക്കി തരുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഒരു മോന ചെരുപ്പ് ശരിയാക്കി തരുന്നത് എന്ന് കണ്ടപ്പോ കാല് വേക്കോട്ടേക്ക് വലിച്ചു. എന്നിട്ട് വേറൊരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചെരുപ്പ് മോന് ടൗണിൽ പോയി വിറ്റിട്ട് വന്നു. ഉസ്താദ്, ഈ ചെരുപ്പിന് ഒന്നും ഡാമേജ് ഒന്നും ഇല്ലല്ലോ, മോന് പറഞ്ഞ് സ്വീകരിക്കും, വിറ്റിട്ട് വരി. വേറെ ചെരുപ്പ് വാങ്ങി വന്നു. ഉസ്താദ് എന്താ അങ്ങനെ ചെയ്തത്? അത് ഞാൻ ആ ചെരുപ്പിട്ടിട്ട് നടന്നാല് ആഖിറത്തിലെത്തുമ്പോ ഫാത്തിമ ബീവിയാറ്റ് എന്നോട് ഓഹോ എന്റെ പേരക്കുട്ടിനെ കൊണ്ടാണ് നിങ്ങളെ ചെരുപ്പൊക്കെ എടുത്ത് വെപ്പിക്കുന്നില്ലേ എന്നാറ്റും ചോദിച്ചാൽ എനിക്ക് കയ്യൂല പണി, ഫാത്തിമ ഉമ്മാനോട് ഞാനെന്തപ്പോ പറയാ എന്ന് കരുതിയിട്ടാണ്. സോഷ്യൽ മീഡിയ നോക്കിയ സാധാത്തുക്കള ട്രോളിയിട്ട് കൊന്ന് ചാമ്പലാക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ, അമ്മക്ക് മോമിനായിട്ട് മരിക്കേണ്ടതാണ്. നമ്മൾ ആരുടെയും ബൂട്ടിന്റെ അടിയിൽ തല പണയം വെക്കാനുള്ളവരല്ല. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയത്തിൽ ഇടപെട്ടോട്ടെ, സോഷ്യൽ മീഡിയ ട്രോളന്മാര് ആ വഴിക്ക് പോയിക്കോട്ടെ. നമുക്ക് നമ്മൾ ഈമാൻ നഷ്ടപ്പെടാതെ നോക്കണം. അവരവരുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നോളി, പ്രശ്നമില്ല. പക്ഷേ ആരെയും ട്രോളരുത്, ആരെയും വേദനിപ്പിക്കരുത്. നമ്മൾ കളിയാക്കുന്ന ആള് ചിലപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉന്നതനാണെങ്കിലോ, ചിലപ്പോ ഓട്ടോ ഡ്രൈവർ ആയിരിക്കും. അത് നമുക്കറിയാം. വലിയ ആണെങ്കിൽ പച്ചസാല് നിർബന്ധമുണ്ടോ? ഇല്ല. വേഷങ്ങളൊന്നും അല്ല. പാവങ്ങളായിരിക്കും അവരെ നമ്മൾ ട്രോളരുത്. ഒരു മനുഷ്യൻ നമ്മളെ വീട്ടിന്റെ വാതിൽക്കൽ വന്നാൽ മനുഷ്യന്മാരെ ഉറങ്ങാനും വിടും. ഇപ്പൊ ഒരുത്തം വന്നിട്ട് പോയിട്ടേ ഉള്ളൂ. വെറുതെ ആ മനുഷ്യന്റെ മനസ്സ് വേദനിച്ചാൽ നീ ഉണ്ടെങ്കിൽ കൊടുത്തോളി, ഇല്ലെങ്കിൽ നല്ല വാക്കോടുകൂടി തിരിച്ചയച്ചോളി. ഇല്ലേ കൊടുക്കണ്ട, ഇല്ലെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇല്ല കൊടുക്കണ്ട. പക്ഷെ ആരെയും കളിയാക്കരുത്. ഒരു നായനെ കണ്ടാലും നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഈ നായ ഏതായാലും നരകത്തിൽ പോകില്ല എന്ന് ഉറപ്പാണല്ലോ. നമുക്ക് ആ ഉറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഒരു പ്രായമുള്ള ആളെ കണ്ടാൽ നമ്മൾ എന്താ കരുതേണ്ടത്? എന്താ കരുതണ്ടേ? ഇയാളത്ര ഈ ഭാഗത്ത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കണം. ഒരു ചെറുപ്പക്കാരനെ, ചെറിയ കുട്ടിനെ കണ്ടാൽ നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? എൻ്റെ അത്ര തെറ്റ് ഇയാൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കണം. ഇങ്ങനെ ആരെ കണ്ടാലും എന്നേക്കാൾ വലുത് അവരാണ് എന്ന് ചിന്തിച്ച് ഒരു സാധുവായിട്ട് നടന്നാൽ മതി. ഹജ്ജ് ചെയ്തോണ്ട് കിബറോ, പണം ഉള്ളതുകൊണ്ട് കിബറോ, ബിരുദം ഉള്ളതുകൊണ്ട് ഹുങ്കോ ഒന്നും നമുക്ക് പറ്റൂല. നമ്മൾ എന്തിനാ ഈ കിബറൊക്കെ എടുത്ത് നടക്കുന്നത്? അദബ് കേടുള്ള ഒന്നും പറയുകയും ചെയ്യരുത്. ബഹുമാനിക്കേണ്ടവരൊക്കെ ബഹുമാനിക്കണം. ഇപ്പൊ ഇവിടെ നമ്മളെ പള്ളിയിൽ ചെറുപ്പക്കാരനായ ഒരു ഖത്തീബ് ഉസ്താദ് ജോയിൻ ചെയ്തു, മുഹമ്മദ് ഷഫീഖ് സഖാഫി. വയസ്സ് ജസ്റ്റ് 24 ആയിട്ടേ ഉണ്ടാവുള്ളൂ ബിരുദമൊക്കെ എടുക്കുമ്പോൾ, അല്ലേ? ഒരു ഉദാഹരണം നമ്മളെ മഹല്ലിൽ. അപ്പൊ പള്ളി പ്രസിഡന്റിന് വയസ്സ് 68 ആയിട്ടുണ്ടാവും, സെക്രട്ടറിക്ക് 30, പിന്നെ ഒരു 48 ആയിട്ടുണ്ടാവും. ശരി. എന്നാലും നാട്ടുകാരും എന്ന് അഡ്രസ് ചെയ്യുമ്പോഴും ആൾക്കാരും എന്ന് വിളിക്കുമ്പോ ഒക്കെ ഷഫീഖ് അങ്ങനെ വിളിക്കരുത്. അതൊരു ആലിമാണ്. നിങ്ങൾ അങ്ങനെ വിളിച്ചാല് ആ കുട്ടിക്ക് ഇനി എന്ത് വില ഉണ്ടാലും ഉസ്താദ് അങ്ങനെ വിളിക്കണം. അങ്ങനെ വിളിക്കണ്ടേ? ഉസ്താദേ അങ്ങനെ. ഓ ഷഫീഖ് വേണ്ട ട്രൗസർ ഇട്ടിട്ട് നടക്കുന്നത് വേണ്ട. എപ്പോ ഇങ്ങനെ പറയും? പിന്നെ എന്തിനാ ഓരോ ഖത്തീബാക്കി നിങ്ങൾ? നമ്മൾ ഒന്നാമത്തെ ഒരു പ്രശ്നം, നമ്മളെ മഹല്ല സംവിധാനങ്ങൾ കമ്മിറ്റി ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് ഉസ്താദിനേക്കാൾ മേലെ കളിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണോ ദീൻ ഉണ്ടാവില്ല? ഇതെന്താണ് കമ്പനിയോ? ദീൻ ഉണ്ടാണെങ്കിൽ ആ ഉസ്താദ് അടക്കം ആ ഉസ്താദ് പറയുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഉസ്താദിന്റെ അണ്ടറിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. വയലിന് ആരൊക്കെ വിളിക്കണമെന്ന് ഉസ്താദിനോടും കൂടി മുഷാവറ നടത്തണം. ചില നാട്ടിൽ വയലിന്റെ പരമ്പര അറിയൽ നോട്ടീസ് ഇറങ്ങിയ ശേഷം ഖത്തീബ് ഉസ്താദ്. പിന്നെ എന്തിനാ ഈ ഖത്തീബിനെ ചുമതലപ്പെടുത്തിയത്? ഒരാലിമിന്റെയും മനസ്സ് വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകണം. ഇപ്പൊ ചില ആൾക്കാർ ഞാനിത് പറയുമ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇത് ഉസ്താദിന് ആരോ ഇത് പറഞ്ഞു കൊടുത്തിനാണ്. ആര് പറഞ്ഞു കൊടുത്തതൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞു വരുന്നത് നമ്മൾ നന്നായി അതെ, സദസ്സിൽ കവർ വിതരണം നടക്കുന്നുണ്ട്. നാളെ വരുമ്പോൾ എല്ലാവരും നല്ല ഹദിയ കൊണ്ടുവരണം. റമദാനിൽ ചെയ്യുന്ന സ്വതക്കൻ്റെ പവർ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ.
ഒരുപാട് റമദാനുകൾ ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഈ വലിയ ഉസ്താദുമാരെ തന്നെ പേരൊക്കെ എടുത്തിട്ട് പറയുന്ന ആൾക്കാരൊക്കെ കാണാം. ഒരു ശരിക്കേടാണല്ലോ അത്. ഉദാഹരണത്തിന് പ്രവാസമൊക്കെ മതിയാക്കി നാട്ടിലെത്തിയ ചില പ്രമാണിമാരുടെ സംസാരത്തിൽ കേൾക്കാം. എന്ത്? പിന്നെ ഞാൻ അബുദാബിയിലും മുസ്തഫയിലും റാസൽ ഖൈമയിലും ഒക്കെ ഉണ്ടായിരുന്നു. പേരോട് അവിടെ വന്നാൽ അധികവും എൻ്റെ റൂമിൽ തന്നെയാണ് താമസിക്കൽ. പൊന്മള പിന്നെ എൻ്റെ വണ്ടിയിൽ തന്നെ. ആരാടെ ഈ പൊന്മള ഉസ്താവും പേരോട് ഉസ്താവും എന്നെല്ലാം പറഞ്ഞാൽ ആരാ നിങ്ങൾ വിചാരിച്ചേ? നമുക്ക് അവരുടെ ചെരുപ്പിന്റെ അടിയിലെ മണ്ണാവാൻ കഴിയോ? അവര് കണ്ട കിതാബിന്റെ ചട്ട നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? പല വയലുകൾക്കും ഈ കർണാടക കാസർഗോഡ് ഭാഗത്ത് വന്നാല് രാത്രിത്തെ ട്രെയിനിൽ തിരിച്ചു പോകുമ്പോൾ മിക്ക ട്രെയിനുകളിലും ഏതെങ്കിലും മറ്റു മഹല്ല് ഉറൂസ് പ്രഭാഷണങ്ങളിൽ പ്രസംഗിക്കാൻ വന്ന ഉസ്താദ്മാരെ ആ ട്രെയിനിൽ കാണും. വെസ്റ്റ് കോസ്റ്റിലും മറ്റൊക്കെ പലതവണ പേരോട് ഉസ്താദിനെ കണ്ടാൽ ഉസ്താദ് പാതിരാത്രി ആ 3rd AC-ലോ 2nd AC-ലോ ആ ചെറിയ ലൈറ്റ് ഇട്ടിട്ട് കിതാബ് നോക്കുന്നുണ്ടാവും. സമയം 1:30-2:30. ഞാൻ ഒരു ദിവസം ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദിന് ഉറങ്ങിക്കൂടെ? ആകെ തലശ്ശേരി വരെയല്ലേ യാത്ര ഉള്ളു മോനെ, ആ സമയം കിതാബ് നോക്കാം. ഏത് പാതിരാത്രി? എത്ര കൊല്ലായി ഈ ഗണ്ണനൊക്കെ തുടങ്ങിയിട്ട്? എത്ര കൊല്ലായി ഈ സമുദായത്തിന് ദിശ നിർണ്ണയിക്കാൻ തുടങ്ങിയിട്ട്? ഷഹറാൻ ഇമാമിന്റെ അൽ മൻഹജുൽ മുത്തഹറിൽ കാണാം, ഇസ്ലാമിനെതിരെ ഇമാമിങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന ഒരാൾ മഹ്ശറിലെത്തുമ്പോ ആ ഇമാമിങ്ങളെല്ലാം ഓരോ കാത്തുക്കും ശഫാഅത്ത് ചെയ്യാൻ. എന്നിട്ട് ഷഹറാൻ ഇമാം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അൽ മീസാൻ എന്ന കിതാബ് എഴുതി പൂർത്തിയാക്കി. അതിൽ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി എഴുതിയിട്ടുണ്ട്. ആ കിതാബ് പൂർത്തിയാക്കിയപ്പോൾ അന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ആദം നബി അലൈഹിസ്സലാമും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഒരു കുബ്ബയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അബൂ ഹനീഫ തങ്ങളും മാലിക് ഇമാമും എന്നെ കാണിച്ചിട്ട് ആദം നബിനോട് പറയുന്നുണ്ട് അലൈഹിസ്സലാം, ഇയാളെ കണ്ടോ? ഷഹറാൻ ഇമാമിനെ കാണിച്ചിട്ട് പറയും, മൂപ്പര് നമുക്കെതിരെ വന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി കൊടുത്ത പണ്ഡിതനാണ് എന്ന് പറഞ്ഞു. എനിക്ക് എന്തൊരു സന്തോഷം എന്നറിയാം. ആ സ്വപ്നം കണ്ടപ്പോ എന്തൊരു സന്തോഷം ഉണ്ടായിന്നറിയാം. സത്യത്തിൽ ഈ ചരിത്രം ഞാൻ ഷഹറാൻ ഇമാമിന്റെ കിതാബിൽ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് പേരോട് ഉസ്താദിനെയാണ്. എത്ര കാലായി കള്ളത്തൊരീക്കത്തിനെതിരെ, തബ്ലീഗിനെതിരെ, മുജാഹിദിനെതിരെ, വഹാബികൾക്കെതിരെ, ജമാഅത്തിനെതിരെ, എല്ലാ വാദങ്ങൾക്കെതിരെയും മറുപടി പറഞ്ഞ് ജീലാനി തങ്ങൾക്കെതിരെ ആരോപണം വന്നാൽ, സ്വഹാബിയായ മുആവിയ തങ്ങൾക്കെതിരെ ആരോപണം വന്നാൽ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ട് എത്ര കൊല്ലായി ആ പാവ ഉസ്താദ് പണിയെടുക്കണത്. ആഖിറത്തിൽ എത്ര ഇമാമിങ്ങളോറെ കാത്തുക്കും. ഓറെ പറ്റിയിട്ടാ പറയണത്. അബുദാബിയിലൊക്കെ വന്നാൽ പേരോട് എൻ്റെ കാറിലാണ് യാത്ര ചെയ്യൽ. പൊന്മള ഹാരണി പൊന്മള എന്ന് പറഞ്ഞാല് 4 മദ്ഹബിൽ അവഗാഹമുള്ള പണ്ഡിതർക്ക് ദർശനം നടത്തുന്ന കുലപതി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവരെ കുറിച്ചായി പറയണത്. ചില അധികം ഈ കാന്തപുരത്തിന്റെ ആളാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു അദബുകേടുള്ള വർത്താനം അത്. ഹുങ്കാണ് ആ വർത്തമാനത്തിന്റെ ഹേതു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? പ്രായം കൊണ്ട് വലുത് ആരാണെന്നാണ് ചോദ്യം എന്ന് അബ്ബാസ് നിങ്ങൾക്ക് മനസ്സിലായി. അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലേ പ്രായം കൊണ്ട് വലുത്? കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പന്റെ സഹോദരനാണ്. നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? പക്ഷെ ആ ചോദ്യത്തിൽ വലുത് എന്നൊരു പ്രയോഗം ഉള്ളതുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആൻസർ ട്വിസ്റ്റ് ചെയ്യുന്ന കോലം നോക്കണം. എന്താ ആൻസർ പറഞ്ഞെന്നറിയാം? ഹു അക്ബറു മിന്നി, റസൂലാണ് എന്നേക്കാൾ വലുത്. വഉലിത്തു ഖബലഹു, ഞാൻ മുത്തുനബിന്റെ മുമ്പിൽ ജനിച്ചതേ ഉള്ളൂ. നോക്കണ്ട കേട്ടോ. ഈ സഖാഫി നിങ്ങളുടെ കൂടെ പഠിച്ചാണോ? എന്റെ ഒരുപാട് ജൂനിയർ എന്നാ പറയില്ല ചില ആള്. എന്തിനാ ഒരുപാട് മൊത്തത്തിൽ ആസിമാക്കേണ്ട ആവശ്യം? അതിന് അങ്ങനെ പറഞ്ഞത്? ഞാനൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഇയാൾ ജനിച്ചിട്ട് പോലുമില്ല. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഒരാളെ ചെറുതാക്കിയിട്ട് നമുക്കിപ്പോ എന്താ കാര്യം? നമ്മൾ വലുതാവുന്ന തോന്നേ ഇല്ല. ഒരാളെയും കുറ്റപ്പെടുത്തരുത്, ഒരാളെയും വേദനിപ്പിക്കരുത്, അദബ് കേടുള്ള വർത്തമാനം ഉണ്ടാവരുത്. അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകും. ഇബ്നു സഖ എന്ന് പറയുന്ന പണ്ഡിതൻ വലിയ പണ്ഡിതനായിരുന്നല്ലോ. ഭയങ്കര സംവാദമൊക്കെ നടത്തുന്ന ആളായിരുന്നു. മുഖാമുഖ സംവാദ മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു ഇബ്നു സഖ. ഇബ്നു സഖ ഒരു വലിയ പണ്ഡിതൻ നാട്ടിലെത്തിയപ്പോൾ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം മുട്ടിക്കണം എന്ന് വിചാരിച്ചതിന്റെ പേരിലാണ് അയാൾ ഈമാനില്ലാതെ ചത്തുപോയത്. തെരുവിൽ കിടന്ന്, ചെളിയിൽ കിടന്ന്, ഓവുചാലിൽ കിടന്ന് മരിച്ചുപോയത് അദബുകേടുള്ളുണ്ട്. അബൂ യസീദുൽ ബിസ്തോമി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ നിന്ന് ഒരു കുട്ടി അദബുകേട് കാണിച്ചപ്പോൾ അബൂ യസീദ് തങ്ങൾ ആ കുട്ടിനെ അവിടെ നിന്ന് മാറ്റി. പിറ്റേത്താഴ്ച ന്യൂസ് വന്നു, സ്ത്രീ പീഡന കേസിൽ പിടിക്കപ്പെട്ടു വന്നു. അദബുകേടുള്ള ഒന്നും പറയരുത്.
എന്തെങ്കിലും ഒരു ന്യൂസ് ആരെക്കുറിച്ചെങ്കിലുമൊക്കെ കേട്ടാൽ തന്നെ നമ്മൾ അതിനൊന്നും പോകരുത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ലൗ റഅയ്തു സാനിയൻ, വ്യഭിചരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടാൽ ഞാൻ എന്താ ചെയ്യുന്നറിയോ, ലസതർതുഹു ബിസൗബിൻ, ഒരു വസ്ത്രം എടുത്തിട്ട് മറക്കും. അവിടെ ഞാൻ നോക്കൂലെന്ന് മാത്രമല്ല, കണ്ടതാരോടും പറയൂലെന്ന് മാത്രമല്ല, ആരും കാണണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ന്യൂസ് ആരെടുത്ത് എത്തിക്കൂല. ആ വസ്ത്രം എടുത്തിട്ട് അവിടെ മറച്ചു വെച്ച് ഞാൻ ഒറ്റ പോകൂ. പോക്സോ കേസുകൾ അധികരിച്ച കാലത്ത് ഏതെങ്കിലും ഒരാളെ കുറിച്ച് നമ്മൾ വല്ല ആരോപണവും പറഞ്ഞാൽ ആ തെറ്റ് ചെയ്യാതെ ഈ ദുനിയാവൊന്നും മരിക്കൂല. അത് ഏത് തെറ്റായാലും അങ്ങനെ തന്നെ. ഹാഫിദ് ഇബ്നുൽ ജൗസിയുടെ സ്വൈദുൽ ഖാത്തിറിൽ അതിന് വിശദമായി ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല.